Okay, welcome all of you to my third video on Lagrange multipliers. അപ്പോൾ ഇവിടെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രത്യേകത നോക്കുക. യൂസിങ് ലഗ്രാഞ്ചി മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ പി ആൻഡ് മാക്സിമം ഏരിയ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ഇത് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം എന്താ, നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട എന്താണ് എന്നാദ്യം മനസ്സിലാക്കുക. നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് എന്താണ്? ഏരിയ ആണ്. യു ഹാവ് ടു മാക്സിമൈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് മാക്സിമൈസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കണ്ടീഷനുണ്ട് അല്ലേ? ആ കണ്ടീഷനെയാണ് നമ്മൾ കൺസ്ട്രെയിൻറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് കണ്ടീഷൻ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മാക്സിമൈസ് ചെയ്യണം, പക്ഷേ അതിൻ്റെ പെരിമീറ്റർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദാറ്റ്സ് എ പെരിമീറ്റർ ഈസ് എ പി. So we have to keep the perimeter as a constant, which is P, and at the same time we have to find the maximum area. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പേപ്പർ എടുത്തായിരിക്കാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കുമ്പോൾ അതിൻ്റെ ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത്ത് എത്രയാണ് എന്ന് നമുക്ക് ആവശ്യമായിട്ട് വരും. കണ്ടീഷൻ ഇതേ ഉള്ളൂ, ഏരിയ മാക്സിമൈസ് ചെയ്യണം. അതേസമയം പെരിമീറ്റർ ഒരു കാരണവശാലും പി എപ്പോഴും എന്തായിരിക്കണം? പി ആയിരിക്കണം, അല്ലാതെ പി അല്ലാതെ ഒരു വാല്യൂ വരാൻ പാടില്ല. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസ് കണ്ടെത്തണം. അപ്പോൾ ഇതും എന്താണ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ വേണം. ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആവശ്യമായിട്ട് വരും. ഇത്രയാണ് ഉള്ളത്. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? റെക്റ്റാങ്കിളിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് എ റെക്റ്റാങ്കിൾ? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. So what's the answer? Let x, y, a respectively denote the length, width and area of the rectangle. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? We have to maximize our area. So we take the area as xy. So what is a is equal to xy and we take a is equal to f. അല്ലേ, നേരത്തെ പറഞ്ഞ എപ്പോഴും ആ പറയുന്ന മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. സോ വി ടേക്ക് എ ആസ് എഫ് ആൻഡ് വാട്ട് ഇസ് എ ഇസ് ഈക്വൽ ടു ഏരിയ എക്സ് വൈ. ആൻഡ് വാട്ട് ഇസ് എ കണ്ടീഷൻ? കണ്ടീഷൻ എന്താണ്? ഏരിയ മാക്സിമൈസ് ചെയ്യണം, പക്ഷേ ഈ ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെങ്തും വിഡ്ത്തും മറ്റൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തായിരിക്കണം കണ്ടീഷൻ? പെരിമീറ്റർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ? ഇഫ് യു ടേക്ക് എ റെക്റ്റാങ്കിൾ, then we can write the perimeter of the rectangle as so we take rectangle x. This is the rectangle x. If x is the length and y is the width, then what about the perimeter? Perimeter is actually is equal to 2 times x, that is x plus x, that is 2x. Similarly y plus y, which is 2y. അങ്ങനെ കിട്ടുന്ന പെരിമീറ്റർ എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ പർട്ടിക്കുലർ വാല്യൂ പി, ദാറ്റ് ഇസ് 2x plus 2y is equal to p. ഈ കണ്ടീഷനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ വി ടേക്ക് ദാറ്റ് ആസ് g of xy. സോ വാട്ട് ഇസ് g of xy? g of xy is equal to 2x plus 2y is equal to p, or in other words it can be written as 2x plus 2y minus p is equal to 0. That is known as the constraint curve. And what is our function f, which is xy. So ഇതാണ് കാണുന്നത്. So we have to maximize the area, at the same time keep the perimeter a constant. So f is equal to a equal to xy subject to the constraint g. What is g is equal to 2x plus 2y minus p is equal to 0. Now as before we find del f. What is del f? I dou f by dou x plus j dou f by dou y. So we find del f. Similarly we find del g. Del g is I dou g by dou x plus I dou g by dou y. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം g equal to 2x ആണ്. If g is equal to 2x plus 2y minus p, dou g by dou x becomes 2. Similarly dou g by dou y becomes 2. p is a constant. So del f and del g. അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയാം? del g എന്ന് പറയുന്നതിനകത്ത് ശ്രദ്ധിക്കുക, del ജിക്കകത്ത് x ഇല്ല, ആകെയുള്ളത് 2y plus 2j ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെക്റ്റർ നോൺ സീറോ വെക്റ്ററാണ് അല്ലേ. സോ ഡെൽ ജി ഈസ് എ നോൺ സീറോ വെക്റ്റർ. അപ്പോൾ ഡെൽ എഫ് കിട്ടി, ഡെൽ ജി കിട്ടി, ഡെൽ ജി ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺസ്ട്രെയിൻഡ് എക്സ്ട്രീമം പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ രണ്ട് വെക്റ്റേഴ്സിനെയും
ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യും? വൺ ഇസ് parallel to the other, that is del f is parallel to del g, or in other words we can write del f as a multiple of del g, or del f is equal to lambda del g. So del f is yi plus xj, that is equal to lambda into 2i plus 2j. As before, we just compare the coefficients of I, or equate the coefficients of I on both sides. So coefficient of I on LHS y, coefficient of I on RHS 2 lambda. So y is equal to 2 lambda. Similarly, coefficient of j on LHS x, coefficient of j on RHS 2 lambda. So y is equal to 2 lambda, which means lambda is equal to y by 2. Similarly, x is equal to 2 lambda, which means lambda is equal to x by 2. So lambda is equal to x by 2, which means lambda has two values, x by 2 and y by 2. That is, x by 2 is same as y by 2, which means x is same as y. ഇനി നമ്മൾ എന്താ ചെയ്തത്? നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻറ്റ് എടുത്ത് എഴുതിയിരുന്നു അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ എന്താ ചെയ്തത്? ആ കൺസ്ട്രെയിൻറ്റ് എടുത്ത് എഴുതി. കൺസ്ട്രെയിൻറ്റ് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. അതിലേക്ക് ഈ സോൾവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സിംപ്ലിഫൈ ചെയ്തപ്പോഴാണ് നമുക്ക് എക്സും ആ എക്സിൽ നിന്നും കറസ്പോണ്ടിങ് വൈയും കണ്ടുപിടിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ ലാംഡയ്ക്ക് കിട്ടിയ വാല്യൂസ് കിട്ടി. ഏതൊക്കെയാണ്? എക്സ് ബൈ 2 വൈ ബൈ 2 കിട്ടി. അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കണ്ടീഷൻ കിട്ടി, എക്സ് ഈക്വൽ ടു വൈ. ഈ കണ്ടീഷന് നമ്മൾ കൺസ്ട്രെയിൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഇസ് കൺസ്ട്രെയിൻറ്റ്? 2x plus 2y is equal to p, which implies 2x plus we replace y with x. X and y are same. അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ 2x plus 2x is equal to p, that is 4x is equal to p, which means x is equal to p by 4. So x is equal to p by 4, which means y is also p by 4. അപ്പോൾ ഏരിയ മാക്സിമൈസ് ആകണമെങ്കിൽ ഉള്ള കണ്ടീഷൻ കിട്ടി. എക്സും വൈയും എത്രയായിരിക്കണം? പി ബൈ 4 ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏരിയ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇനി അങ്ങനെയുള്ള ഏരിയ, മാക്സിമം ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ ഏരിയ ഫോർമുലയിലേക്ക് അത് കൊടുക്കുക. വാട്ട് ഇസ് എ? എ ഇസ് ഈക്വൽ ടു എക്സ് വൈ. ആ എക്സ് വൈയിലേക്ക് നമ്മൾ ഈ പറയുന്ന പി ബൈ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വാട്ട് ഇസ് ഏരിയ? ഏരിയ ഇസ് ഈക്വൽ ടു പി ബൈ 4 ഇൻറ്റു പി ബൈ 4 ബിക്കംസ് പി സ്ക്വയർ ബൈ 16. സോ ദാറ്റ് ഇസ് എ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. എന്തുപയോഗിച്ചിട്ട്? ഈ പറയുന്ന കേസ്. അപ്പോൾ ഇവിടുത്തെ കേസിൻ്റെ പ്രത്യേകത എന്താണ്? വി ആർ ഗിവൺ എ 2 വേരിയബിൾ ഫംഗ്ഷൻ ആൻഡ് എ 2 വേരിയബിൾ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ 2 വേരിയബിൾ പ്രോബ്ലം എന്നുള്ള നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്തിരിക്കുന്നത് ഇവിടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് 3 വേരിയബിളും 1 കൺസ്ട്രെയിൻറ്റും ഉള്ള പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. താങ്ക് യു.